അല്പം പോലും ഉഴുന്ന് ചേർക്കാതെ നല്ല സൂപ്പറായിട്ടുള്ള ദോശയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കൂടെ നല്ലൊരു ചട്നി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അല്പം പോലും നമ്മളിതിൽ ചേർക്കുന്നില്ല. 1 ഗ്ലാസ് അരിക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ. ആ കണക്കിനാണിത് തയ്യാറാക്കുന്നത്. ഇനിയും ഇത് വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂറോളം കുതിരാനായിട്ട് വയ്ക്കാം. 5 മണിക്കൂർ കഴിഞ്ഞു. ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് അരി ഉഴുന്നും നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരിയും ഉലുവ ഒന്നിച്ചിട്ട് എടുത്താൽ മതിയാവും. സെപ്പറേറ്റ് കുതിർക്കണമെന്നൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉലുവ മാത്രം ചേർത്തുകൊണ്ട് നമുക്ക് കയ്പോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇതുപോലെ തയ്യാറാക്കാം. അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല മയത്തിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഉലുവ ചേർത്തുകൊണ്ട് നമുക്കിതിന് ടേസ്റ്റ് വ്യത്യാസമോ കയ്പോ ഒന്നും ഉണ്ടാകുകയില്ല. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ദോശ ഇതുപോലെ തയ്യാറാക്കാം. ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. നന്നായിട്ട് ഇളക്കി ഓവർനൈറ്റ് പുളിപ്പിക്കാനായിട്ട് അങ്ങ് വയ്ക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ആയി നമുക്കിതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ചട്നി. അതിനായിട്ട് പാൻ ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. എരിവിനാവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണിത്. മുളകിൻ്റെ കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 10 ചെറിയ ഉള്ളി ചേർത്താൽ മതിയാവും. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ അങ്ങ് മൂക്കൊന്നും വേണ്ട. സാധാരണ പോലെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ മതിയാവും. ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇതിനെ തണുക്കാനായിട്ട് വയ്ക്കാം. അതിൻ്റെ ഇപ്പം അരച്ചെടുക്കുക. അതിനായിട്ട് 1 പിടി തേങ്ങ മതിയാവും ഇതിന്. ഉള്ളിയും മുളകും തേങ്ങയും എല്ലാം കൂടെ അതിനും കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കട്ടിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. കടുക്, മുളക്, കരിവേപ്പിലയൊക്കെ ഇട്ട് വറുത്തതിന് ശേഷം അല്പം മുളക് കൂടി ഒരു കളർ കിട്ടാനായിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇതുപോലെ തയ്യാറാക്കാം. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല സൂപ്പറാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. തേങ്ങയൊക്കെ കുറവാണെങ്കിൽ നമുക്കിത് ടേസ്റ്റി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. ഇനി നമുക്ക് മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇല്ല, നന്നായിട്ട് ഉഴുന്ന് ചേർത്തില്ലെങ്കിൽ നല്ലതായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടൊക്കെ മാവ് വന്നിട്ടുണ്ട് പുളിച്ച്. കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പം അതിനുശേഷം നമുക്ക് ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അത് ചെറിയൊരു ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് കുരി ഒഴിച്ച് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ ഇരുമ്പ് ദോശക്കല്ലൊക്കെയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ആകും. ഇച്ചിരി നല്ലെണ്ണയോ നെയ്യോ ഒക്കെ തേച്ച് കൊടുത്ത് കഴിയുമ്പോൾ ദോശയ്ക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. കല്ല് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ദോശ ഒഴിക്കാൻ തുടങ്ങാം. കട്ടി കുറച്ച് പരത്തിയെടുക്കാം. ദോശക്കല്ലെ പറ്റി പിടിക്കുകയൊന്നും ഉണ്ടാകുകയില്ല. നമ്മൾ സാധാരണ ദോശ പോലെ തന്നെ നന്നായിട്ട് ചുട്ടെടുക്കുക. ഇത്
അതിൻ്റെ മുൾഭാഗമൊക്കെ ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് തൂത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നെയ്യോ ഏത് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ഒന്ന് തൂത്ത് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് നമുക്ക് സാധാരണ ദോശ പോലെ ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ. ബാക്കി ദോശയെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ ഹെൽത്തി അല്ലേ. നമുക്ക് ഉഴുന്നൊക്കെ കഴിക്കാൻ വയ്യാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ ഉലുവ കൊണ്ട് നല്ല സൂപ്പർ ദോശ തയ്യാറാക്കാം. അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ദോശ പോലെ കുറച്ച് കട്ടിയിൽ പരത്തിയാണെങ്കിലും ഈ ദോശ ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റായിട്ട് വരും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ ഉലുവ ദോശയും കൂടെ നല്ല അടിപൊളി ഒരു ചട്നിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഹൈപ്പ് ചെയ്യണം.